ഒരു വർഷം വരെ സൂക്ഷിക്കാവുന്ന മുളപ്പിച്ച മുതിര പൗഡർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഒരു മുതിര അഥവാ ഹോസ് ഗ്രാം വെച്ച് നമ്മൾക്ക് സ്മൂത്തി, സ്നാക്സ്, പിന്നെ ഇഡ്ഡലി ചമ്മന്തിപ്പൊടി, പുട്ട് എല്ലാം നമുക്കിത് വെച്ചുണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1/2 കിലോ മുതിര എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി നമുക്ക് തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കണം. പിറ്റേ ദിവസം രാവിലെ നമുക്കിത് ഇതുപോലെ അരിപ്പയിൽ ഇട്ട് വെക്കാം. അതിന് ശേഷം അതിൻ്റെ മേലെ ഒരു നനഞ്ഞ തുണി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായി തന്നെ മുളച്ച് വരും. പിന്നെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് മുതിര ഞാൻ വേറെ തന്നെ കഴുകി ഇവിടെ കുതിരാനായി വെക്കുന്നുണ്ട്. ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. അത്ര പെട്ടെന്ന് ദഹിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് വിശപ്പ് ഉണ്ടാവില്ല കേട്ടോ. ധാരാളം അയണും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയതാണ് ഈ ഹോസ് ഗ്രാം. പിന്നെ അതുകൂടാതെ ബ്ലഡ് ഷുഗർ കുറയാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതായത് ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിൽ വന്നതാണ് കുക്കറിൽ. അപ്പോൾ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി ഏത്തപ്പഴമാണ്. ഇതിന് പകരം ചെറുപഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ആപ്പിൾ കൂടി എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പാലൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നുള്ളത്. കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ആവശ്യമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബദാം നുറുക്കിയതും കുറച്ച് റൈസിൻസും വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചത് ചെറുതായി മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു ദിവസം കൂടി വെക്കണം കേട്ടോ. 2 ദിവസമാണ് ഞാനിത് ശരിക്കും മുളച്ച് വരാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ഇത് നന്നായി തന്നെ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ഉണങ്ങാനായി വെക്കാം. ഇത് ഞാൻ വെയിലത്താണ് ഉണക്കിയെടുക്കുന്നുള്ളത്. നന്നായി തന്നെ ഇതാ ഒരു കോട്ടൺ തുണി വിരിച്ച് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തെ നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ നമുക്കിത് നന്നായി ഉണങ്ങി കിട്ടും. വെയിലില്ലാത്തവർക്ക് അടുപ്പിൽ വെച്ചും ഉണക്കിയെടുക്കാം കേട്ടോ. പാനിൽ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇത് തണുത്തതിന് ശേഷം പൊടിക്കാൻ നിൽക്കരുത്. ഇത് വെയിലത്ത് നിന്ന് എടുത്ത ഉടനെ തന്നെ നമ്മളിത് പൊടിച്ചെടുക്കണം. എന്നാലാണ് നന്നായി പൊടിഞ്ഞ് കിട്ടുക കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എനിക്ക് നന്നായി ഉണങ്ങി കിട്ടിയതാണ്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഒന്നുകൂടി വെയിലത്തിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെയാണ് ഇപ്പോൾ പൊടിക്കാനായി എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് ഞാൻ അരിച്ചിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് പുട്ട് ഉണ്ടാക്കുമ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ചെറുതായി പുട്ട് നനക്കുന്ന ആ ഒരു രീതിയിൽ നനച്ചിട്ട് പുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ അധികം അരിച്ചിട്ടൊന്നും എടുക്കുന്നില്ല ഈ പൊടി. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് പച്ചരിയുടെ കൂടെ പച്ചരി കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലാതെ അരിപ്പൊടിയാണെങ്കിലും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് തേങ്ങയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈബർ കണ്ടൻറ്റും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ മുതിര നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. ഇത് വെച്ച് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ആദ്യം ഞാനൊരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് ഈ പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതേപോലെയാണ് കേട്ടോ. ഇനി കുഴച്ച് ഇതേപോലെ ബോൾസ് ഉണ്ടാക്കി കഴിക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കപ്പ് മുളപ്പിച്ച മുതിര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1 സ്പൂൺ സാമ്പാർ പരിപ്പ്, ഒരു 8 വെളുത്തുള്ളി അല്ലി, 1/2 സ്പൂൺ കുരുമുളക്,
പിന്നെ ഉണക്കമുളക് എരിവുള്ളത് ഒരു 4 എണ്ണം, എരിവില്ലാത്തത് കാശ്മീരി മുളക് ഒരു 4 എണ്ണം, ഒരു പീസ് കായം, 3-4 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി വറുത്ത് പൊടിച്ചെടുക്കണം. വറുക്കുമ്പം ഇതിലേക്ക് ഒരു പീസ് പുളി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി വറുത്ത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാനായി വെക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് തണുക്കുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ മുളപ്പിച്ച് മുതിര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് തരിതരിപ്പായി വേണം പൊടിച്ചെടുക്കാൻ. നമ്മുടെ ചമ്മന്തിപ്പൊടിയില്ലേ, ആ ഒരു രീതിക്ക് തന്നെ വേണം പൊടിച്ചെടുക്കാൻ. ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. നമുക്കൊരു ഹെൽത്തി ദോശ ഉണ്ടാക്കാം. ചെറുപയറും ചെറുപരിപ്പും തലേദിവസം കുതിർത്താണ്. അതിലേക്ക് മുളകും, ഒരു പീസ് കായം, മഞ്ഞൾപ്പൊടി, ഒരു പീസ് ഇഞ്ചി, പിന്നെ 2 സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുതിര പൗഡർ, ഇത്രയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാനിൽ ചെറിയ ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. ഈ ദോശ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാവുന്നതാണ്. നമുക്ക് സാധാരണ ഇഡ്ഡലിയും ദോശ, ഏത് ദോശയും നമ്മൾക്ക് ഈ ചമ്മന്തിപ്പൊടി കൂട്ടി നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കി എടുക്കാം. അപ്പോൾ എരിവൊക്കെ നമ്മളെ കുട്ടികൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നല്ലെണ്ണ കൂട്ടി മിക്സ് ചെയ്ത് ഈ ചമ്മന്തിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കറി ഇല്ലാതെ നമുക്ക് ഈ ദോശ കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ ചമ്മന്തിപ്പൊടി പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നമുക്ക് മനസ്സിലാവുമൊന്നുമില്ല നമ്മൾ ഇതിൽ മുതിര ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ മുതിര നമുക്ക് എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.